മൈ പെർഫെക്റ്റ് സ്ട്രേഞ്ചറിന്റെ 4ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഹേജോൻ ആ മാച്ച് ബോക്സ് എവിടെ നിന്നാണ് യൂണിന് ലഭിച്ചത് എന്നൊക്കെ തിരക്കി. ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ തനിക്ക് അത് ലേക്ക് സൈഡിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് യൂൻ മറുപടി പറഞ്ഞു. എന്നാൽ ആ രാത്രി സമയത്ത് നീ തനിച്ച് എന്തിനാണ് ആ റിവർ സൈഡിൽ പോയത് എന്ന് ഹേജുൻ തിരക്കി. യൂനിന്റെ അമ്മ അതേ ലേക്കിൽ വീണിട്ടാണ് മരിച്ചത്. അതുകൊണ്ടാണ് യൂൻ അവിടെ വന്നിരുന്ന് വിഷമിച്ചത്. ആ സമയത്ത് തന്നെയാണ് യൂനിന് ആ മാച്ച് ബോക്സും ലഭിക്കുന്നത്. എന്നാൽ യൂനിന് ഈ കാര്യങ്ങളൊന്നും ഹേജുനോട് പറയാൻ സാധിക്കുന്നില്ല. എനിക്ക് ഇതിൽ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് യൂൻ പറഞ്ഞു. ഞാൻ എന്താണ് ഇവിടെ അന്വേഷിക്കുന്നതെന്ന് നിനക്കറിയാവോ? ഓൾറെഡി നടന്ന കുറച്ചു കാര്യങ്ങളാണ് ഞാൻ ഇവിടെ അന്വേഷിക്കുന്നത്. അത് ഇനി നടക്കുകയും ചെയ്യും. നിർഭാഗ്യവശാൽ നമ്മുടെ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ നമ്മൾ ഇതുവരെ റെഡി ആയിട്ടില്ല എന്നും പറഞ്ഞ് ഹേജൻ അവിടെ നിന്നും പോയി. ആദ്യത്തെ മർഡർ നടക്കാൻ ഇനി വെറും 3 ദിവസം കൂടിയേ ഉള്ളൂ. ഹേജനും യൂനും ഈ ടൈം ലൈനിൽ വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. നോവലിസ്റ്റിന്റെ ബ്രദറിനെ അറസ്റ്റ് ചെയ്യുന്നത് ആ 3 പെൺകുട്ടികളെ കൊന്നതിന് ശേഷമായിരുന്നു. എന്നാൽ ഹേജനും യൂനും ഈ ടൈം ലൈനിൽ ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു ചേഞ്ച് സംഭവിച്ചു. ആ 3 പെൺകുട്ടികൾ മരിക്കുന്നതിന് മുന്നേ തന്നെ നോവലിസ്റ്റിന്റെ ബ്രദർ അറസ്റ്റിലായി. ഇനി എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഹേജന് യാതൊരു പിടിയില്ല. അങ്ങനെ ഹേജൻ നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഹേജൻ നേരെ ചെല്ലുന്നത് നോവലിസ്റ്റിന്റെ ബ്രദറിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാഴ്ച എന്തായാലും നീ ഇതിൽ കിടക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അവരെ കൊന്നതിന്റെ കേസ് നിന്റെ തലയിലായിരിക്കും വരാൻ പോകുന്നത്. നിന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യണമെങ്കിൽ നീ ഇവിടെ കിടന്നേ പറ്റുള്ളൂ എന്നൊക്കെ ഹേജൻ പറയുന്നു. എന്നാൽ നോവലിസ്റ്റിന്റെ ബ്രദറിന് ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഈ മർഡർ ഇതുവരെ നടന്നിട്ടില്ല. ആ മർഡർ നടന്നതിന് ശേഷമാണ് നോവലിസ്റ്റിന്റെ ബ്രദറിനെ അറസ്റ്റ് ചെയ്യുന്നത്. നോവലിസ്റ്റിന്റെ ബ്രദർ ആ പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് തന്നെ ഇനി ആ മർഡർ നടന്നാലും നോവലിസ്റ്റിന്റെ ബ്രദറിനെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഹേജൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നാൽ നോവലിസ്റ്റിന്റെ ബ്രദറിനെ ഇതെല്ലാം കേട്ടിട്ട് ആപ്പാട് ദേഷ്യം വന്നു. എന്നാൽ നോവലിസ്റ്റിന്റെ ബ്രദറിനെ ഒന്ന് നോക്കിക്കോണം എന്നും പറഞ്ഞ് ഹേജൻ അവിടെ നിന്നും പോയി. പിന്നീട് നമ്മൾ കാണുന്നത് സുന്യയുടെ വീടാണ്. സുന്യയ്ക്ക് ഒരു ബ്രദറും സിസ്റ്ററും കൂടിയുണ്ട്. സുന്യയുടെ സിസ്റ്ററിന് ഒരു മിസ് കൊറിയാവാനാണ് ആഗ്രഹം. അങ്ങനെ രാവിലെ എല്ലാരും തിരക്കിട്ട ജോലിയിലാണ്. എന്നാൽ അവിടെ ശാന്തമായി ഇരുന്ന് ജോലി ചെയ്യുന്നത് സുന്യ മാത്രമാണ്. അവൾ എന്ത് ജോലി ചെയ്താലും കൂടെ ഒരു ബുക്കും കൂടെ വായിക്കും. കാരണം സുന്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ബുക്കുകൾ വായിക്കുന്നതാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് യൂൻ കയറി വരുന്നത്. തന്റെ അങ്കിളിന്റെ ആന്റീനെയും ഗ്രാൻഡ് ബേയും ഗ്രാൻഡ് മേയൊക്കെ കണ്ടിട്ട് യൂൻ ആകെപ്പാട് സന്തോഷപ്പെട്ടു. സുന്യയുടെ അമ്മ യൂനിനെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും അവർക്ക് യൂനിനെ ഒരുപാട് ഇഷ്ടമായി. യൂനിന് വേണ്ടി കൂടെ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തു കൊടുത്തു. അവരെല്ലാം പോകുന്നത് ഒരു ഫീൽഡ് ട്രിപ്പിനാണ്. അങ്ങനെ അവർ രണ്ടുപേരും പിണക്കങ്ങളൊക്കെ മാറ്റി ഫീൽഡ് ട്രിപ്പിന് പോകുന്നു. സുന്യയ്ക്ക് എഴുതാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. സുന്യ ആരോടിലും സോറി ചോദിക്കുന്നത് പോലും ലെറ്റർ എഴുതിയിട്ടായിരുന്നു. യൂനിനോട് പിണങ്ങിയിരുന്നതിനും സുന്യ ഒരു ലെറ്റർ എഴുതി അവൾക്ക് കൊടുക്കുന്നു. അപ്പോഴാണ് യൂനിനെ തന്റെ അമ്മയ്ക്ക് എഴുതുന്നത് ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യം മനസ്സിലായത്. അങ്ങനെ ഫീൽഡ് ട്രിപ്പിനെത്തിയ കണ്ണാടി പയ്യന്റെ അടുത്ത് ഒരു മാച്ച് ബോക്സ് ചോദിക്കുകയാണ് ഹേജുൻ. മർഡർ കേസിൽ 3 സസ്പെക്ട് അല്ലേ ഉള്ളത്, അതിൽ ഒരാൾ കണ്ണാടി പയ്യനല്ലേ, അതുകൊണ്ടാണ് കണ്ണാടി പയ്യനോട് ഒരു മാച്ച് ബോക്സ് ചോദിക്കുന്നത്. സ്കൂളിൽ ഇപ്പോൾ ആർക്കെങ്കിലും ആരോടെങ്കിലും ക്രഷ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പാസ് ചെയ്യണമെങ്കിലോ ചെറിയ ഒരു നോട്ട് എഴുതി ഈ മാച്ച് ബോക്സിൽ പാസ് ചെയ്യുകയാണ്. അതാണ് സ്കൂളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ്. ഈ കാര്യങ്ങളെല്ലാം കണ്ണാടി പയ്യൻ ഹേജുന് വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. ഈ ട്രെൻഡ് കാരണമാണ് കാര്യങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആവാൻ പോകുന്നത് എന്നൊക്കെ ഹേജുൻ പറയുന്നു. മാച്ച് ബോക്സ് കാരണം എന്താണ് കോംപ്ലിക്കേറ്റഡ് ആവാൻ പോകുന്നത് എന്നൊക്കെ നമുക്കിനി വഴിയെ കാണാം. അപ്പോഴാണ് നമുക്ക് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. ഒരിക്കൽ കണ്ണാടി പയ്യൻ ഉപയോഗിച്ച് വാഷ്റൂമിൽ കയറിയ സമയത്താണ് ഹേജുൻ അവിടെ ഒരു ഇളകിയ ടൈല് കാണുന്നത്. അത് തുറന്ന് നോക്കിയപ്പോൾ അതിൽ നിന്ന് ഒരു കവർ ലഭിച്ചു. എന്നാൽ അതിനകത്ത് ഒന്നുമില്ലായിരുന്നു. കണ്ണാടി പയ്യനും എന്തൊക്കെ ഒളിപ്പിക്കുന്നുള്ള കാര്യം ഹേജുന് മനസ്സിലായി. പിന്നീട് ഹേജുൻ മാച്ച് ബോക്സ് തിരക്കുന്നത് ഹേസബിനോടാണ്, അതായത് മർഡർ കേസിലെ 2ാമത്തെ സസ്പെക്റ്റിനോട്. ഹേസബിന്റെ ബാഗിലാണ് ആ മാച്ച് ബോക്സ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഹേസബിന്റെ ബാഗ് ഹേജുൻ പിടിച്ചു വലിച്ചതിൽ നോക്കുന്നു. അതിൽ നിന്നും ഹേജുന് ആ മാച്ച് ബോക്സ് ലഭിച്ചു. ഈ മാച്ച് ബോക്സ് എല്ലാം ലഭിക്കുന്നത് ഒരു ടീ ഹൗസിൽ നിന്നാണ്. ആ വില്ലേജിലെ ഒരു കഫേയാണ്. അവിടെ നിന്നാണ് ഈ ടൈപ്പിലെ മാച്ച് ബോക്സ് എല്ലാവർക്കും ലഭിക്കുന്നത്. തന്റെ ബ്രദർ കഴിഞ്ഞ സൺഡേ വന്ന സമയത്ത് ഞങ്ങൾ ടീ ഹൗസിൽ പോയിരുന്നെന്നും ആ സമയത്താണ് ഈ മാച്ച് ബോക്സ് എന്റെ കയ്യിൽ വന്നത് എന്നൊക്കെ ഹേസബ് പറയുന്നു. മുന്നേ കണ്ണാടി പയ്യന്റെ മാച്ച് ബോക്സ് തുറന്ന സമയത്ത് അതിൽ നിന്ന് ഒരു നോട്ടാണ് ലഭിച്ചത്. എന്നാൽ ഹേസബിന്റെ മാച്ച് ബോക്സിൽ നിന്ന് സ്റ്റിക്ക് മാത്രമാണ് ലഭിച്ചത്. നിന്റെ ബ്രദറിന്റെ ഇപ്പോഴും ആ ലോക്ക് ഉണ്ടോ എന്നൊക്കെ ഹേജുൻ തിരക്കുന്നു. എന്ത് ലോക്കാണ് ഹേജുൻ തിരക്കിയതെന്ന് ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ ലോക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഹേസബ് ആകപ്പാടെ ഒന്ന് ഞെട്ടിപ്പോയി. ഫീൽഡ് ട്രിപ്പിന് വന്നിട്ടും ഹേസബ് ഫുഡൊന്നും കൊണ്ടുവരാത്തത് കൊണ്ട് ഹേജുൻ കുറച്ച് ക്യാഷ് ഒക്കെ എടുത്തു കൊടുത്ത് സ്നാക്സ് മേടിക്കാനായി ആവശ്യപ്പെട്ടു. അങ്ങനെ യൂന സുന്യെ ഫീൽഡ് ട്രിപ്പിന് വേണ്ടി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തനിക്ക് വായിക്കുന്നത് എത്രത്തോളം ഇഷ്ടമാണെന്നുള്ള കാര്യം സുന്യ പറയുന്നത്. സോങ് ഒക്കെ കേട്ട് തനിക്ക് ഒരുപാട് ബുക്സ് വായിക്കണം, അതിന്റെ കൂടെ എപ്പോഴും കോഫിയും കുടിച്ചുകൊണ്ടിരിക്കണം, കോഫി തീരുമ്പോൾ പിന്നെയും കുടിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ തനിക്ക് ഒരുപാട് ബുക്സ് വായിക്കണം, ഇതൊക്കെയാണ് തന്റെ ആഗ്രഹം എന്നൊക്കെ സുന്യ പറയുന്നു. എന്നാൽ സുന്യയുടെ മാരേജിന് ശേഷം ഇതൊന്നും സുന്യയ്ക്ക് നടത്താൻ സാധിച്ചില്ല. എന്നാൽ തന്റെ അമ്മ അവരുടെ ആഗ്രഹമെല്ലാം തന്നിൽ കൂടെയാണ് നടത്തിയെടുത്തത് എന്നുള്ള കാര്യം യൂനിന് മനസ്സിലായി. യൂൻ റിലാക്സ് ആയി ബുക്കെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്നത് സുന്യ നോക്കുമായിരുന്നു. അവൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സുന്യ ചെയ്യുമായിരുന്നു. യൂൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് സുന്യയ്ക്ക് ഒരു പ്രൗഡ്
ഉണ്ടായിരുന്നു. തനിക്ക് സാധിക്കാത്ത ആഗ്രഹമാണ് തന്റെ മകളെ കൊണ്ട് സാധിച്ചെടുപ്പിക്കുന്നത്. അതിന്റെ പ്രൗഡാണ് തന്റെ അമ്മയ്ക്കുള്ളത് എന്നൊക്കെ യൂൻ മനസ്സിലാക്കി. അങ്ങനെ ഫീൽഡ് ട്രിപ്പിന് വേണ്ടി എല്ലാവരും എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ ബോയ്സിനെയും ഗേൾസിനെയും രണ്ടായിട്ട് തന്നെയാണ് നിർത്തുന്നത്. ബോയ്സിന്റെ കൂടെ നമ്മുടെ ഹേജുനും അതേപോലെ തന്നെ ഗേൾസിന്റെ കൂടെ ആ ട്രെയിനറുമാണ് നിൽക്കുന്നത്. ഗേൾസ് എല്ലാം അവിടെ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ ബോയ്സിനെ നോക്കുകയാണെങ്കിൽ അവരാകെ ഒരു ട്രിപ്പ് മോഡിലാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവരവിടെ നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ട്രെയിനർ ഹേജിനെ കളിയാക്കി പറയുന്നു. ഹേസബ് തന്റെ കഴുത്തിൽ കിടന്നിരുന്ന കീയിൽ നോക്കിയിട്ട് ഇതെല്ലാം ഹേജിനെ എങ്ങനെയാണ് അറിയാവുന്നത് എന്നൊക്കെ ചിന്തിച്ചു. ഇത് എന്തിന്റെ കീ ആണെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ ഫീൽഡ് ട്രിപ്പിനെത്തിയ ബോയ്സിനോട് എന്തെങ്കിലുമൊക്കെ ടാലന്റ് കാണിക്കാൻ ആവശ്യപ്പെട്ടു. സുനിയനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിറ്റാർ വായിക്കാനായിട്ട് ഹേസബ് മുന്നോട്ടേക്ക് വന്നു. ഗിറ്റാർ കൊടുക്കുന്നത് നമ്മുടെ കണ്ണാടി പയ്യനാണ്. അങ്ങനെ ഗേൾസും ബോയ്സും രണ്ടായിട്ട് ഇരുന്ന സ്ഥലത്ത് നിന്നും ഗേൾസ് എല്ലാം ബോയ്സിന്റെ അടുത്തേക്ക് പോയി. ആദ്യമൊക്കെ ഹേസബിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് ഹേസബ് നല്ല രീതിയിൽ തന്നെയാണ് അവിടെ പെർഫോം ചെയ്തത്. ഇത്രയും കഴിവൊക്കെ തന്റെ അച്ഛനുണ്ടായിരുന്നോ എന്നൊക്കെ യൂൻ ഓർത്തു. ആ സമയം ഹേജൻ സസ്പെക്റ്റായ കണ്ണാടി പയ്യൻ ഹേസബിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മർഡർ നടക്കാൻ വേണ്ടിട്ട് 2 ദിവസം കൂടിയേ ഉള്ളൂ. 3 സസ്പെക്റ്റുകളിൽ ഒരു സസ്പെക്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. ബാക്കി 2 പേരിൽ ആരാണ് തെറ്റുകാരെന്ന് കണ്ടുപിടിക്കാനും സാധിക്കുന്നില്ല. കൊലയാളിയുടെ സിഗ്നേച്ചറായ ആ മാച്ച് ബോക്സ് എല്ലായിടത്തും തന്നെയുണ്ട്. അതും വെച്ചുകൊണ്ട് ഒരാളാണ് പ്രതി എന്ന് പറയാനും സാധിക്കില്ല. ആ സമയത്താണ് പ്രിൻസിപ്പലിന്റെ കൂടെ പുതിയതായിട്ട് ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് എത്തുന്നത്. അവൾ തന്നെയാണ് ഫസ്റ്റ് വിക്ടിം. 1 മാസത്തേക്കാണ് അവരെ അവിടേക്ക് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റുഡൻസ് എല്ലാം അവരെ വെൽക്കം ചെയ്തു. ഫീൽഡ് ട്രിപ്പിന് വന്നതുകൊണ്ട് തന്നെ അവരോട് ഒരു പാട്ട് പാടാനായിട്ട് എല്ലാവരും ആവശ്യപ്പെട്ടു. എന്നാൽ അവർ പാടുന്നത് ഒരു വിയേർഡായിട്ടുള്ള പാട്ടാണ്. ഒരു ഫീൽഡ് ട്രിപ്പിന് വന്നിട്ട് ഇവരെന്താണ് ഇങ്ങനെയുള്ള പാട്ടൊക്കെ പാടുന്നത് എന്നൊക്കെ പിള്ളേർ ചിന്തിച്ചു. എന്നാൽ അവർ പാടുന്ന പാട്ട് കേട്ടിട്ട് ആകെ എൻജോയ് ചെയ്യുന്നത് നമ്മുടെ കണ്ണാടി പയ്യൻ മാത്രമാണ്. അവന് ഈ ടീച്ചറിനോട് എന്തൊരു ക്രഷ് ഉള്ളത് പോലെ. എന്നാൽ യൂനിന് ഇവരെ കണ്ട മുതലേ എവിടെ കണ്ട് നല്ല പരിചയമുള്ളത് പോലെ തോന്നിക്കുന്നു. മറ്റൊരു ടൈം ലൈനിലുള്ള യൂന് ഈ ടൈം ലൈനിലുള്ള ടീച്ചറിനെ പരിചയമുള്ളത് പോലും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. യൂനിന് സ്വന്തം അച്ഛനെ പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ ടൈം ലൈനിലെ ഒരു ടീച്ചറിനെ തനിക്ക് എങ്ങനെയാണ് ഇത്രയ്ക്ക് പരിചയമാവുന്നത് എന്നൊക്കെ യൂൻ ചിന്തിച്ചു. അങ്ങനെ യൂനും സുനിയും അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പയ്യൻ അവർക്ക് കൊണ്ടുവന്ന ഒരു മാച്ച് ബോക്സ് കൊടുക്കുന്നത്. ഈ മാച്ച് ബോക്സ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് നമുക്കറിയാവല്ലോ. ആരുടെയും ഉള്ളിൽ ഒരു ഫീലിംഗ്സ് ഉണ്ടെങ്കിൽ അവർ ഈ രീതിയിലാണ് കൈമാറുന്നത്. എന്നാൽ ഇത് ആരാണ് എഴുതിയത് എന്നൊന്നും അറിയാൻ സാധിക്കില്ല. ഒരിക്കലും എഴുതിയവരായിരിക്കത്തില്ല അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത്. അവർ മറ്റാരെങ്കിലും കൊണ്ടായിരിക്കും ഈ മാച്ച് ബോക്സ് അവർക്ക് കൊടുക്കുന്നത്. യൂൻ നോക്കുമ്പോൾ അവിടെയുള്ള മിക്ക പെൺകുട്ടികളുടെ കയ്യിലും ഈ മാച്ച് ബോക്സും ഈ ലെറ്റേഴ്സും ഒക്കെ കാണാം. ഇതേപോലുള്ള ഒരു മാച്ച് ബോക്സും ഒരു ലെറ്ററുമാണ് യൂനിന് 2021 ലഭിക്കുന്നത്. അവർക്കെല്ലാം ആ മാച്ച് ബോക്സ് ലഭിച്ചതുപോലെ തന്നെ ഒരു പയ്യൻ നോവലിസ്റ്റിനും കൊണ്ടു കൊടുക്കുന്നു. എന്നാൽ നോവലിസ്റ്റ് ആ പയ്യനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദേഷ്യപ്പെട്ടിരിക്കുന്ന നോവലിസ്റ്റിന്റെ അടുത്ത് നമ്മുടെ പുതിയ ടീച്ചർ വന്ന് സംസാരിക്കുന്നു. ഇതെല്ലാം അവിടെ നിന്ന് ഹേജനും യൂനും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹേജൻ പുതിയതായി വന്ന ടീച്ചറിനോട് സംസാരിക്കുന്നു. അവരുടെ സ്റ്റേ എവിടാണെന്നൊക്കെ തിരക്കി. ഇവിടെ അവർക്ക് റിലേറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ കൂടെയാണ് സ്റ്റേ എന്നൊക്കെ ടീച്ചർ പറഞ്ഞു. എന്നാൽ ഈ വില്ലേജിൽ അവർക്ക് റിലേറ്റീവോ ഫാമിലി ആയിട്ടോ ആരുമില്ല. അവർ കള്ളമാണ് പറയുന്നതെന്നുള്ള കാര്യം ഹേജന് മനസ്സിലായി. എന്നാലും ഹേജൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ നിന്നില്ല. എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് തന്നെ വിളിക്കണം എന്നും പറഞ്ഞ ഹേജൻ തന്റെ നമ്പർ നൽകി. മടിച്ചാണ് ടീച്ചർ ആ നമ്പർ മേടിക്കുന്നത്. തനിക്ക് അങ്ങനെ ഒരു ആവശ്യം വരാൻ പോകുന്നില്ല, തന്റെ റിലേറ്റീവ്സിന്റെ കൂടല്ലേ എന്നൊക്കെ ടീച്ചർ പറഞ്ഞു. എന്നാലും ഇത് കളയണ്ട, സൂക്ഷിച്ചു വെച്ചോ, എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ തന്നെ വിളിക്കണം എന്നൊക്കെ ഹേജൻ പറഞ്ഞു. അങ്ങനെ ഫീൽഡ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിൽ പോകുന്ന സമയത്താണ് എന്തോ ഒരു കാര്യം എടുക്കാൻ മറന്നെന്നും പറഞ്ഞ് സുനിയ തിരിച്ചു പോകുന്നത്. സുനിയെ വെയിറ്റ് ചെയ്ത് അവിടെ യൂൻ നിൽക്കുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നോവലിസ്റ്റ് എത്തുന്നത്. എന്റെ ബ്രദറിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ നീയും ഒരു കാരണക്കാരിയാണല്ലേ എന്നൊക്കെ നോവലിസ്റ്റ് തിരക്കി. നിന്റെ ബ്രദർ എന്താണ് ചെയ്തത് അതിനുള്ളതാണ് അവന് ലഭിച്ചത് എന്നൊക്കെ യൂൻ പറഞ്ഞു. എന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ട് നീ എന്ത് കാര്യമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് യൂൻ നോവലിസ്റ്റിനോട് ചോദിച്ചു. ഇതുവരെ അത് കണ്ടുപിടിക്കാൻ ഞാൻ തുടങ്ങിയിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് സുൻഹയാണ് നിന്നെ ട്രിഗർ ചെയ്യാനുള്ള ഏറ്റവും നല്ല വെപ്പൺ. ഇത്രയും പറഞ്ഞ നോവലിസ്റ്റ് അവിടെ നിന്നും പോയി. അങ്ങനെ വീട്ടിലെത്തിയ ഹേജൻ യൂനിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയണോ എന്നൊക്കെ ചിന്തിക്കുന്നു. ആ സമയത്താണ് ഒരു കോൾ വരുന്നത്. പ്രിൻസിപ്പളാണ് വിളിച്ചത്. പ്രിൻസിപ്പൾ പുതിയതായി വന്ന ടീച്ചറിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അവരെ ഇപ്പോൾ കിട്ടുന്നില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പൾ വിളിക്കുന്നത്. ഹേജൻ അങ്ങനെ ടീച്ചറിനെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങുന്നു. യൂനിനോട് പ്രത്യേകിച്ച് വീട്ടിലിരിക്കണം എന്നും പറഞ്ഞിട്ടാണ് ഹേജൻ ടീച്ചറിനെ അന്വേഷിക്കാൻ ഇറങ്ങുന്നത്. ഈ സിറ്റുവേഷൻ എല്ലാം ഓർമ്മയുള്ളതുപോലെ യൂനിന് തോന്നി. ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്തും യൂനിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് റിലീസ് ആവാൻ പോകുന്ന നോവലിസ്റ്റിന്റെ പുതിയൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. യൂൻ ഒരു എഡിറ്റർ അല്ലേ, യൂൻ അതെല്ലാം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് അമ്മ മരിക്കുന്നതും യൂൻ അതേപോലെ ടൈം ട്രാവൽ ചെയ്യുന്നതും ഒക്കെ. അങ്ങനെ യൂൻ ആ പേപ്പറെല്ലാം നോക്കുന്നു. അതിൽ ആ ടീച്ചർ ഈ വില്ലേജിൽ ആദ്യമായി വന്ന കാര്യവും അതേപോലെ മരിക്കാൻ പോകുന്ന കാര്യവും എല്ലാം വ്യക്തമായി തന്നെ എഴുതിയിരിക്കുന്നു. നോവലിസ്റ്റ് ആ ടീച്ചറിനെ കൊന്ന രീതിക്കാണ് ആ സ്റ്റോറി തയ്യാറാക്കിയിരിക്കുന്നത്. ടീച്ചറിനെ കുറിച്ചുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും അതിൽ ആഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ടീച്ചറിനെ ആദ്യം കണ്ടപ്പോൾ യൂനിനെ
നല്ല പരിചയമുള്ളതുപോലെ തോന്നിയത്. ടീച്ചറിന് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്നും പേടിച്ച് യൂൻ അവിടെ നിന്ന് ഇറങ്ങി. ആ സമയം ഹേജൻ നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. നോവലിസ്റ്റിന്റെ ബ്രദറല്ലേ ആദ്യത്തെ സസ്പെക്ട്, അവനിപ്പോൾ പോലീസ് സ്റ്റേഷനിലല്ലേ, അവനിപ്പോഴും അവിടെ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഹേജൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് നേരത്തെ തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങിയ കാര്യം ഹേജൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പിന്നെ ഹേജൻ ആ ടീച്ചറിനെ തപ്പി അവിടെയെല്ലാം നടക്കുന്നു. അതേസമയം ആ ടീച്ചറിനെ തപ്പി യൂനും ഇറങ്ങിയിരുന്നു. അങ്ങനെ അവസാനം യൂന് ഹേജന് കണ്ടുമുട്ടി. നീ എന്തിനാണ് പുറത്തിറങ്ങിയത് എന്നൊക്കെ ഹേജൻ തിരക്കി. ആ ടീച്ചർ മരിക്കാൻ പോവാണ് എന്ന് യൂൻ പറഞ്ഞു. ഇത് കേട്ട് ഹേജൻ ഷോക്കായി. കാര്യം ഇത് 1987 നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്. യൂൻ 2021 നിന്നായതുകൊണ്ട് തന്നെ ഈ ഇൻസിഡന്റ് ഒന്നും അറിയാൻ യാതൊരു വഴിയില്ല. ഹേജന്റെ മരണവും ഇവിടുത്തെ സീരിയൽ മർഡറും ലിങ്ക് ആയതുകൊണ്ട് മാത്രമാണ് ഹേജന് പോലും ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഹേജനും ഈ കാര്യങ്ങളൊന്നും അറിയാൻ യാതൊരു വഴിയില്ല. നീ എന്നെല്ലാം അറിഞ്ഞിട്ടാണ് ഈ ടൈം ലൈനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുവരെ ഈ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, പിന്നെ നിനക്ക് ഇതെങ്ങനെയാണ് അറിയാവുന്നത് എന്നൊക്കെ ഹേജൻ യൂനിനോട് ചോദിച്ചു. യൂനിന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായത് നോവലിസ്റ്റിന്റെ ആ സ്റ്റോറിയിൽ നിന്നാണ്. ഇപ്പോഴും യൂനിന്റെ കയ്യിൽ ആ പേപ്പേഴ്സ് എല്ലാം ഉണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഓപ്പണായി സംസാരിക്കേണ്ട സമയമായി. ഇനി നമ്മൾ രണ്ടുപേരും ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല, എല്ലാം നമുക്ക് തുറന്ന് സംസാരിക്കാം എന്ന് യൂൻ പറയുന്നു. ഈ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടുപേരും അവരുടെ സീക്രട്ട് എല്ലാം പരസ്പരം ഷെയർ ചെയ്യുവോ? യൂൻ എങ്ങനെയാണ് തന്റെ അമ്മയും അച്ഛനെ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്? അതേപോലെ ഹേജൻ തന്റെ മരണത്തെ എങ്ങനെയാണ് തടയാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ? അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.